എവിടെയായിരുന്നാ? മാറങ്ങാട്ട്. ആർത്തിമൂത്ത് ആരും എത്തി നോക്കാൻ പോരണ്ട. ഒഴിഞ്ഞ വലയം വഞ്ചി തന്നെയാണ് ഇന്നും. പേരിന് 2 ചെറുമീൻ, അതുപോലും കിട്ടിയില്ല. തുറമുടിയാനെ കൊണ്ട് കടലമ്മയുടെ നിശ്ചയമാണ്. നടക്കട്ടെ. കരഞ്ഞിട്ട് ഫലമെന്താണ് പെണ്ണെ? ഈ പച്ചമണ്ണ് വാരി തിന്നെങ്കിൽ വിശപ്പ് മാറുക. അതെങ്കിലും ചെയ്യാമായിരുന്നു. കരിഞ്ഞു കത്തുകാണ് കുടലുമ്പണ്ടോ. ഇനിയിപ്പോ എന്നാ ചെയ്യാനാണ്? ഞാൻ ഈ കടലിൽ ചാടിച്ചാവും. എന്റെ കർത്താവേ, ഞാൻ എന്തായി കേൾക്കണേ? എന്താന്നാണ് ഈ കാണിക്കണത്? നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ നിങ്ങൾ ഇങ്ങോട്ട് വരും. ദേവസ്യേട്ടാ പറയണത് കേൾക്കുന്നു. ഇങ്ങോട്ട് വരിയേട്ടാ. വിശന്നിട്ട് ഞാൻ തളർന്നു പോകുന്ന അപ്പച്ച. എനിക്ക് തിന്നാൻ എന്തെങ്കിലും എന്താ അപ്പച്ച, ഇല്ലെങ്കിൽ ഞാൻ ചത്തുപോകും. അപ്പച്ചൻ എന്നാ ചെയ്യാനാണ് മറിയമോളെ? നമുക്ക് കടലിൽ നിന്ന് വല്ലതും കിട്ടിയാലല്ലേ എന്തേലും വാങ്ങാനൊക്കെ ഉള്ളൂ. കുര്യച്ചന്റെ കടയിൽ നിന്ന് കടം തരത്തില്ല. കൊടുക്കാനുള്ളത് കൊടുക്കാണ്ട് ആ വഴിക്ക് പോകാനും പറ്റിയല്ല. ചീത്ത പറഞ്ഞ അയാൾ നാണം കെടുത്തും. ഇനി നാണം കെടാൻ ബാക്കി എന്നതാ ഉള്ളത്? നമ്മക്ക് മാത്രം മീനില്ല. അപ്പുറത്തെ കരയിൽ ഒരുത്തനും ഒരു കുഴപ്പമില്ല. വല നിറച്ചും മീന്, കൈ നിറച്ചും കാശ്. അപ്പുറത്തും ഇപ്പുറത്തുള്ള മുക്കോരായ മുക്കോരും മുഴുക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ എന്നാ വേണമെന്നാണ് പെണ്ണമ്മേ നീ പറയണത്? കക്കാൻ പോണാ? പറ. കാണ് കൊച്ചൊരെണ്ണം ഉള്ളത് വിശന്ന് കത്തി ചാവാറായി നിക്കണത്. ചെന്ന് എന്തേലും കൊണ്ടുവാ. നിങ്ങൾക്ക് തിന്നാനുള്ളതും കൊണ്ടേ ഞാൻ വരത്തുള്ളൂ. എല്ലാരും കൂടെ ചേർന്ന് അവതാ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കടം തരാൻ ഒക്കുകയല്ല. ഞാൻ ഈ കട മേലി തുറക്കുകയല്ല. തീർന്നല്ല കുര്യച്ച, ഇതിൽ കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായെന്നറിയാവാ? തരാനുള്ളത് ഞങ്ങ തരാം. ഒരിയോളം ആരെങ്കിലും കടമായിട്ട് താ. ഇല്ല, ഇവിടെ തന്നെ വീണ് ചാവും ഈ കൂട്ടത്തിൽ പലരും. ചാവണോര് വീണ് ചാവട്ടെന്ന്. അത് വിധിയാണെന്ന് കരുതിയേച്ചാ മതി. ഇല്ലേ ജൂയിസ് അച്ഛ വരുമ്പോ നിങ്ങൾ തന്നെ നേരിട്ട് ചോദ്യര്. നിങ്ങളുടെ വഞ്ചിയും വലയും ഈ കടയും കിടപ്പാടവും ഒക്കെ മൂപ്പരുടേതാണല്ല. കൊടുത്ത കടം തിരിച്ചു വീട്ടാണ്ട് ഈ കട മേലാ തുറക്കണ്ടെന്ന് അച്ഛ പറഞ്ഞ ഈ കുര്യച്ചൻ പിന്നെ എന്നാ ചെയ്യാനാ? താനൊന്നും ചെയ്യേണ്ട കുര്യച്ച, ചെയ്യാനുള്ളത് ഞങ്ങൾ ചെയ്തോളാം. ഇതാര്? കടൽപ്പണിക്കാരുടെ മൂപ്പം കൊച്ചൂട്ടിയാ. കൊച്ചൂട്ടിയുടെ കാര്യം പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ജൂയിസ് അച്ഛ. ഇവിടെ ഏറ്റവും കൂടുതൽ പറ്റും കടോ ഉള്ളത് ഈ കൊച്ചൂട്ടിക്കാണല്ല. സ്വന്തം പറ്റില് മറ്റുള്ളവർക്ക് മേടിച്ച് ദാനം ചെയ്യണ ശീലമാണല്ല കൊച്ചൂട്ടിക്ക്. അതൊക്കെ അവിടെ നിക്കട്ടെ കുര്യച്ച, താൻ കട തുറക്ക്. ലൂയിസ് അച്ഛ വരുമ്പോ ഞങ്ങ പറഞ്ഞോളാം. അരി സാധനങ്ങൾ എടുത്ത് കൊടുക്ക്. പട്ടിണിയാണെല്ലാരും. പിന്നെ നിങ്ങളുടെ പട്ടിണി തീർക്കാനെ കൊണ്ടല്ലേ ജൂയിസ് അച്ഛ വഞ്ചിയും മലയും വാങ്ങിച്ചിട്ടേക്കണതും ഈ കട ഇവിടെ നടത്തിക്കണതും. തരാനുള്ള ചക്രം തീർത്ത് തന്നാൽ ആലോചിക്കാം ഇനിയുള്ള കച്ചവടം. അപ്പോ താൻ തുറക്കുകയല്ലേ? എങ്കിൽ പിന്നെ ഞങ്ങൾ തന്നെ തുറക്കാം. ദേവസ്യേട്ടാ, അറിഞ്ഞോ കുമ്പാരി, അടിച്ചു പൊളിക്കെല്ലാം. കുടുംബത്തുള്ളവരെ പട്ടിണിക്കിടാൻ ഒക്കുകയല്ല. ആ അടിക്കടാ കൊച്ചുട്ടി. അത് ലൂയിസ് അച്ഛാ. ലൂയിസ് അച്ഛനോട് പോവാൻ പറ. നമ്മുടെ കുടിയിൽ കുഞ്ഞുങ്ങള് പട്ടിണി കിടന്ന് ചാവണേലും വലുതല്ല. ആരും ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തുറക്കും. അത്രയ്ക്ക് വലിയ ധൈര്യമായ നിനക്ക്?
ഞാൻ പൂട്ടിയിട്ട് എന്റെ കട തുറക്കാൻ മാത്രം ധൈര്യമായോ നിനക്ക്? ലൂയിസച്ചോ, പട്ടിണി കൊണ്ടും അടുത്ത് പൊരയിലെ കൊച്ചുങ്ങൾ കരഞ്ഞു വിളിക്കുകയാണ്. കട തുറന്നിച്ചിരി അരി സാധനങ്ങളും എടുത്ത് തരാൻ പറ. ഹാ, ഇല്ലെങ്കിലോ? ഞങ്ങ ഈ കടപ്പുറം വിട്ട് പോണില്ലല്ല. അച്ചയുടെ വഞ്ചിയും വലയും കൊണ്ടു കിടക്കണ പണിക്കാരല്ലേ ഞങ്ങ. തരാൻ പറ, ഞങ്ങ ജീവിക്കട്ടെ എന്ന് പറ. നിർത്തറ. നിന്നെയൊക്കെ ജീവിപ്പിക്കാൻ ഞാനാര്? മിശിക തമ്പുരാനാ അതോ അന്തോണിസ് പുണ്യാളനോ? നിർത്തി. ഈ തുറയിലെ ഇടപാട് ഞാൻ ഇതോടെ നിർത്തി. എടാ ലാസറേ, മുതലാളി വഞ്ചിയും വല ഒരെണ്ണം ഇല്ലാണ്ട് എല്ലാം കൊണ്ടുപോര്. കൂലിയില്ലാതെ വാടകയ്ക്കിടാൻ ജെയിംസ് അച്ചായ്ക്ക് വഞ്ചിയും വലയും ദൈവം തമ്പുരാനൊക്കെ തന്നിട്ടില്ല. അടുത്ത കരയിലും കടവിലും മിടുക്കുള്ള ആമ്പിള്ളാരുണ്ട്. അവര് പിടിക്കും കടലിൽ നിന്ന് മീൻ. യവന്മാരെ കരയിലിരുന്ന് തെരയെണ്ണി പഠിക്കട്ടെ. ഒന്നും കിട്ടാഞ്ഞത് ഞങ്ങളുടെ കുറ്റം കൊണ്ടാണ് ലൂയിസച്ച. അതേടാ, നിന്റെയൊക്കെ കുറ്റം കൊണ്ട് തന്നെയാണ്. ഇല്ല പിന്നെ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉള്ളവർക്ക് ബല നിറയെ മീന്. നിനക്കൊക്കെ ആനമുട്ട കിട്ടണത് എന്തുകൊണ്ടാണ്? ഇല്ല മുതലാളി, കട തുറക്കണ്ട. അരി സാധനങ്ങളും തരികയും വേണ്ട, പട്ടിണി കിടന്നോളാം. പക്ഷെങ്കി വലയും വഞ്ചിയും കൊണ്ടുപോകാന്ന് വിചാരിക്കരുത്. സമ്മതിക്കേല. പിന്നെ ഞാൻ എന്നാ ചെയ്യണോടാ? അതുകൂടെ പറ. 2 നാളും കൂടി ക്ഷമിക്കണം. പുറംകടൽ താണ്ടിയിട്ടായാലും മീനും കൊണ്ട് ഈ തുറയിലെ ആണുങ്ങൾ ഇനി തിരിച്ചു വരത്തുള്ളൂ. ഇല്ലേ കടലമ്മയുടെ കൊട്ടാരത്തിൽ ചെന്ന് അന്തി ഉറങ്ങും. പട്ടികളെ പോലെ ഇങ്ങനെ ജീവിക്കണേലും ഭേദം അതാണല്ല. അതേടാ, എന്റെ വഞ്ചിയും വലയും പോയാലും പോട്ടെ എന്ന് വെക്കാരുന്ന്. കരമുടിക്കാൻ നീയൊന്നും ഇവിടെ വാഴാത്ത തന്നെയാണ് നല്ലത്. 2 നാള്, 2 നാള്. അതിനകത്തൊരു തീരുമാനമായില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കൊച്ചുട്ടി. പാടാ. 2 നാളൂടെ അങ്ങ് പുറത്തു കൊടുത്തേക്കാം. നീ എന്നാ കാണാൻ നിൽക്കാ ഗുരുവച്ച? കൂടെ പോരെ. ഓരോരുത്തരും നമ്മുടെ കട തല്ലി പൊളിക്കല. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യാന്നല്ലാണ്ട് നമ്മക്കാരുണ്ട് സഹായത്തിന്? ഇതിനൊക്കെ ഒരു മറുപടിയായിട്ട് ആരെങ്കിലും ഒന്ന് വരുവാ തമ്പുരാനെ?